ആഹാ, നമ്മുടെ മാളികയ്ക്ക് ഇതാണ് മെയിൻ ലൈറ്റ്. മാഡം, അത്യാവശ്യം കഴിക്കാനുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബാഗിൽ ഇരിക്കുന്നുണ്ട്. കാര്യമായിട്ട് കഴിക്കാൻ വേറെ വല്ലതും കിട്ടുമെന്ന് നോട്ടെ. മാഡം ഇവിടെ തന്നെ ഇരിക്കും. ഒരു 2 മിനിറ്റ് ഞാൻ നോക്കിയിട്ട് വരാം. ചേച്ചി കേട്ടില്ലേ? നിന്റെ മോൻ പറഞ്ഞിട്ട് പോയൊക്കെ കേട്ടില്ലേ? എനിക്ക് ഈ വീട്ടില് ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നുന്നില്ല. ഇന്ന് തന്നെ ഞാൻ ഇവിടുന്ന് പോവുക ചേച്ചി, പോവുക. ചേച്ചി ഒരു കാരണവശാലും ചേച്ചി എന്നെ തടയരുത്. ഒരു കാരണവശാലും എന്നെ തടയാൻ നോക്കണ്ട. ഞാൻ പോവുക ചേച്ചി. അറിയാം ചേച്ചി, അറിയാം നിന്റെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ വേദന എന്റെ ചങ്കില കൊള്ളുന്നേ. ചേച്ചി ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട, സങ്കടപ്പെടേ വേണ്ട. നിനക്ക് വേണ്ടി ഞാനിപ്പോ പോകുന്നെന്ന തീരുമാനം മാറ്റിവെക്കാം. ചേച്ചി, എനിക്ക് നീയാ പ്രധാനം. നീ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. അല്ല ചേച്ചി, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഈ ആലോചിക്കുന്നേ? അതല്ല ഗോവിന്ദ, ശിവാനി ത്രിവിക്രമന്റെ അസുഖം മാറാൻ വേണ്ടി ദൈവത്തിന് നേർച്ച നേർന്നെന്നുള്ള കാര്യമൊക്കെ ശരി. പക്ഷെ അവൾ ഒരു പ്രാവശ്യം പോലും അവനെ ഒന്ന് കാണാൻ വന്നില്ലല്ലോ. പെണ്ണിന് പുരുഷൻ ദൈവമാണെന്നൊക്കെയല്ലേ പറയുന്നത്. എന്നിട്ടും അവനെ ഒന്ന് കാണാൻ വേണ്ടി വന്നില്ല എന്നൊക്കെ പറയുമ്പോ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെന്തുകൊണ്ടാ ശിവാനി ഇങ്ങോട്ടൊന്ന് വരാതിരുന്നത്? എനിക്കെന്തോ ഇത് നല്ലതായിട്ട് തോന്നുന്നില്ല. രണ്ടുപേർക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ശാസ്ത്രികളുടെ അടുത്ത് ജാതകം കൊണ്ടുപോയി നോക്കാന്ന് വെച്ചാ ത്രിവിക്രമനൊട്ട് സമ്മതിക്കയില്ല. ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് ഒരു പിടിയില്ല. അയ്യയ്യോ ചേച്ചി, എന്റെ ചേച്ചി, നീ ഇപ്പൊ ഒരു ടിപ്പിക്കൽ മദറിനെ പോലെ ആലോചിച്ചോണ്ടിരിക്കുന്നേ. ത്രിവിക്രമനും ശിവാനിയും ഈ കാലത്ത് ജീവിക്കുന്നവരാ. അവര് ഫോണിൽ കൂടി എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാവും. എന്റെ ചേച്ചി, കാലം മാറിയില്ലേ ബുദ്ധു. ഇനി നീ മാത്രമേ മാറാനുള്ളൂ. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ ഗോവിന്ദ. കെട്ടാൻ പോകുന്നവള് നേരിട്ട് വീട്ടിലേക്ക് വന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അതിന്റെ ഒരു ശരി. ചേച്ചി ഒന്ന് വെറുതെ ഇരിക്കോ? ഒന്ന് പതുക്കെ സംസാരിക്കേ. ആ ദുർവാസാവ് നിന്റെ സംസാരം കേട്ടിട്ട് വേണം ഇവിടെ വന്ന് ഉള്ള സമാധാനം കൂടി നശിപ്പിക്കാൻ. മൊത്തത്തിലാകെ ഭ്രാന്ത് പിടിച്ച് നടക്കുക. ചേച്ചി, ശിവാനി എന്തായാലും അമ്പലത്തിൽ പോയത് നന്നായെന്നും പറഞ്ഞ് നമുക്കിവിടെ മിണ്ടാതിരിക്കാം. എന്താ ശരിയല്ലേ? ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലോട ലോട ലോടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജലജ. മാഡം നോക്ക് മാഡം, എന്തായി കൊണ്ടുവന്നിരിക്കുന്നെന്ന് നമ്മൾ വിചാരിച്ചാലാണോ നടക്കാത്തത്? കാട്ടുകോഴിയുടെ മുട്ടകളാണതൊക്കെ. കഴുകി കഴുകി. വേണ്ട വേണ്ടാന്ന് പറഞ്ഞ എങ്ങനെ ഉപവാസിരിക്കാൻ പോവാ? എന്താ മാഡം ഇത്? ഞാൻ ആദ്യം തന്നതും കഴിച്ചില്ല നിങ്ങൾ. ഇപ്പൊ കൊണ്ടുവന്ന് മുട്ട എന്തേ വേണ്ടാന്ന് പറയുന്നു. വാങ്ങിക്കും വേണം, കഴിക്കുന്നേ. വേണ്ടെന്നല്ലേ പറഞ്ഞു. ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ഇപ്പൊ ആർക്കാ നഷ്ടം? ഇതൊക്കെ അതെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. ലല്ലലലലല്ല തന്നനനനന്ന തന്നനനനനനനനനനനനനന. എന്താ മേഡം ഇത്? വിശപ്പില്ല വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തുള്ളി ബാക്കിയൊക്കെ അല്ല തിന്ന് തീർത്തല്ലേ? എന്താ മേഡം പറഞ്ഞതെല്ലാം നുണയായിരുന്നല്ലേ? പോട്ടെ, സാരില്ല.
അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളോട് ഇഷ്ടം തോന്നിക്കോളും. ഇപ്പൊ ഞാൻ തന്ന ആഹാരം കഴിച്ചില്ലേ, നെക്സ്റ്റ് എന്നെ ഇഷ്ടപ്പെട്ടോളൂ. പോട്ടെ, സാരമില്ല. എന്താ ഇതൊക്കെ? നീ എന്തേ കാണിക്കുന്നേ? മേഡം, ഇതൊരു കുറ്റിച്ചൂലെന്നൊക്കെ പറയും നമ്മള്, എന്തെങ്കിലുമൊക്കെ വന്ന് ഓടിക്കാനായിട്ട്. പിന്നെ ഇത് വേപ്പില. വേപ്പിലയോ? അതെന്തിനാ വേപ്പില? എന്തിനാണെന്നോ, മാഡത്തിന്റെ ഫ്രണ്ട് വരാതിരിക്കാനാ. എന്റെ ഫ്രണ്ടോ? അതാരാ? അതെ, നമ്മുടെ പാമ്പുകളില്ലേ, മാഡം എവിടെ പോയാലും അവിടേക്ക് വരാറുണ്ടല്ലോ, അതിന്റെ വരവ് ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഇതൊക്കെ. ഈ വേപ്പില ഇവിടെ ഇട്ടാ പാമ്പ് വരില്ലേ? ചാൻസേ ഇല്ല മാഡം. ഈ സെറ്റപ്പിനെ കുറിച്ച് അറിയില്ലല്ലേ? ഇതിന്റെ പവർ തന്നെ വേറെയാ. ഇതിന്റെ സ്മെല്ല് അടിച്ചാലുണ്ടല്ലോ പാമ്പുകളൊക്കെ വിട്ടുപോക്കോളൂ, അറിയോ? പാമ്പ് വന്നാൽ എന്താ? അതൊന്നും ചെയ്യില്ല മാഡം. എന്ന് പറഞ്ഞ കടി കിട്ടിയാ തീർന്നില്ലേ? പാമ്പിനെ നിനക്ക് അത്രയ്ക്ക് പേടിയാണോ? പേടിയോ? എനിക്കോ? മാഡം, മാഡത്തിന്റെ പേടി മാറ്റാനാ ഇതൊക്കെ ചെയ്ത്. ചുമ്മാ എന്തിനാ പാമ്പിനെ കാണുന്നു, പേടിക്കുന്നു, അലറി വിളിക്കുന്നു, ഇതൊക്കെ ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ടാ. നാഗകന്യക നാഗത്തെ പേടിക്കാനോ? മണ്ടൻ, ഞാൻ ശരിക്കും നാഗമാണടാ. എന്താ മാഡം, ഭയങ്കര ആലോചനയാണല്ലോ. ഓ, പാമ്പ് വന്നാലൊന്ന് പേടിച്ച മാഡം, എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നേ? ഞാനുണ്ടല്ലോ ഇവിടെ. ഈ തൃശ്ശൂരുള്ളപ്പോ എന്തിനാ പേടിക്കുന്നേ? പേടിക്കേണ്ടത് ഞാനല്ല, നീയാ. നോക്കിക്കോ, പേടി ആരെയാ കീഴ്പ്പെടുത്താൻ പോണേന്ന്. എന്നാ മാഡം കിടന്നു, ഞാൻ ഇവിടെ കിടന്നോളാം. മാഡം അവിടെ തന്നെ കിടന്നോ. ഗുഡ് നൈറ്റ്. തൃശ്ശൂർ ഇപ്പൊ നല്ല ഉറക്കത്തിലാണല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. ഇത് ശരിക്കും പാമ്പ് കയറ്റുന്ന ശബ്ദം കേട്ടതാണോ അതെന്റെ തോന്നലാണോ? തോന്നല. ഇല്ല, ശരിക്കും ചീറ്റുന്നുണ്ടല്ലോ. പാമ്പ് വന്നതായിരിക്കോ? ഇതെന്താ എണീറ്റിരിക്കുന്നേ? എന്തു വെച്ച് നിനക്ക്? മാഡം, നിങ്ങളിപ്പോ എന്തെങ്കിലും സൗണ്ട് കേട്ടായിരുന്നോ? സൗണ്ടോ? എന്ത് സൗണ്ട്? ഒന്നുമില്ല മാഡം കിടന്നോ. പാമ്പിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചു എന്ന് ഇവൾക്കും മനസ്സിലാവും. വേണ്ട, ഇവളോടത് പറയണ്ട. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? പേടിയാവുന്നുണ്ടോ? പേടിയോ? എനിക്കോ? ചാൻസേ ഇല്ല മാഡം. ധൈര്യമായിട്ട് കിടന്നു. അപ്പൊ നീയോ? എനിക്ക് നല്ല ഉറക്കം വരുന്നില്ല. ഞാനിവിടെ ഇങ്ങനെ ഇരുന്നോളാം. നിങ്ങൾ സമാധാനമായിട്ട് കിടന്നു. എന്തിനാ മാഡം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് പേടിയുണ്ടോ ഇല്ലയോന്ന് നോക്കാൻ വേണ്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. ഇത്ര വലിയ പേടിത്തൊണ്ടനാണോ? എനിക്ക് ഒരു പേടിയില്ല മാഡം. ചുമ്മാ ഒരു തമാശ ഒപ്പിച്ചതല്ലേ, അതുകൊണ്ട് ഒരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചൊന്ന് അഭിനയിച്ചതാ. നിന്റെ കാര്യത്തിലെ ചിലതൊക്കെ സത്യമായിട്ടുള്ളതാ. എന്താണത്? കാണാൻ നല്ല തന്റെയൊക്കെ ഉണ്ടെങ്കിലും പേടിക്ക് കുറവില്ലെന്ന് പറയില്ലേ, ആ കാര്യമൊക്കെ. മാഡം, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ. അറിയാം. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു വല്ലായിക? അന്ന് സംഭവിച്ച പോലെ അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ്. അല്ലല്ല, അന്നങ്ങനെ സംഭവിച്ചപ്പോ ഞാൻ താഴെ വീണതല്ലേ. ഇനി ഇങ്ങനെ പറ്റാൻ പാടില്ല. ഇവിടുന്ന് എണീക്കണ്ട.
തൃശ്ശൂർ പാമ്പ് എത്തിയില്ല, വന്നോണ്ടിരിക്കുകയാണെന്നോ? എന്താ മേഡം നിങ്ങളിങ്ങനെ കാണുന്നില്ലേ? ഞാൻ കൊണ്ടുവന്ന് വെച്ച ഈ വേപ്പ്, ഈ വേപ്പിന്റെ മണം കാരണം പാമ്പ് എങ്ങോട്ടേക്കെങ്കിലും ഓടിക്കാണും. ഒരു കാരണവശാൽ ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസേ ഇല്ല. ഒന്ന് കിടന്നേ മേഡം. നോക്ക്, പാമ്പ്. നാഗരാജാവേ, തൃശ്ശൂൽ, എനിക്ക് പാമ്പിനെ കണ്ടിട്ട് വല്ലാതെ പേടിയാവുന്നു. എന്തെങ്കിലും ചെയ്തതിനെ ഓടിക്ക്. മേഡം ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനില്ലേ ഇവിടെ. നോക്കിക്കോ, അതിന് ഇവിടെ നിന്ന് എങ്ങനെ ഓടിക്കുന്നേന്ന്. പാമ്പേ, മര്യാദക്ക് ഇവിടെ നിന്ന് ഓടിക്കോ നീ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓടിക്കോ പാമ്പേ, ഇല്ലെങ്കിൽ ദേഷ്യത്തിൽ ഞാൻ ചിലയാക്കി മാറ്റും 100 വർഷക്കാലം. ഓടിക്കോ പാമ്പേ, നിനക്കെന്നെ അറിയില്ല. നിൻ പത്തി വിടർത്തിയ കോലം കണ്ടാൽ പേടിക്കും ആളല്ല, പേടിച്ചോടുന്നൊരാളല്ല. മേഡം, ഇതിനെ പഴയ കാലത്തെ പാട്ടൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. പുതിയ ഹിറ്റ് എന്തെങ്കിലും ട്രൈ ചെയ്തോട്ടെ. സ്നേക് ബ്രോ, നീ ഈ പ്ലേസ് വിടും ടൈം വരെ ദിസ് 2 eyes ലുക്സ് യു. യുവർ 2 legs വേണേൽ ഞാൻ ടച്ച് ചെയ്യാം, ദയവായി നീ പോ പ്ലീസ്. തൃശ്ശൂൽ, അത് പോവുന്നില്ലല്ലോ. നീ പറയുന്നത് അതിന് മനസ്സിലാവുന്നില്ല. ആണല്ലേ മേഡം? മേഡം ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനേ അതിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ് പേടിപ്പിച്ച് പറഞ്ഞു വിട്ടോളൂ ഇവിടുന്ന്. ഓക്കെ അല്ലേ? പാമ്പേ, ഒന്ന് പൊക്കൂടെ ഇവിടുന്ന്. പെണ്ണിന്റെ മുൻപിൽ വെച്ച് മാനം കളയരുത് നീ. നിന്റെ കാല് പിടിക്കാൻ ഞാൻ. നിനക്കാണെങ്കിൽ മനുഷ്യനെ പോലെ കാലുമില്ല, പിന്നെ ഞാൻ എങ്ങനെ കാല് പിടിക്കും? എന്റെ പൊന്ന് പാമ്പ്, തൽക്കാലം തൊഴാൻ നിന്നെ ഞാൻ. ദയവായി ഇവിടുന്ന് ഒന്ന് പോയി തരൂ. എന്താ നീ ചെയ്യുന്നേ? മേഡം, പാമ്പിനോട് പാമ്പിന്റെ ഭാഷയിലല്ല നമ്മൾ സംസാരിക്കണ്ടേ. മേഡം അത് മനസ്സിലാക്കി കഴിഞ്ഞ പിന്നെ അടുത്ത പ്രാവശ്യം പാമ്പ് വരുമ്പോ എന്റെ ആവശ്യം വരില്ലല്ലോ. അതുകൊണ്ട് ശരിക്കും നോക്കി പഠിച്ചോ മേഡം. അതുകൊണ്ട് ഞാനേ ആത്മാർത്ഥമായിട്ട് പാമ്പേ നീ ഇവിടുന്ന് പോ എന്ന് അതിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആഹാ, കല്ല് വെച്ച നോണ. മനസ്സിനുള്ളിലാകെ പേടിയായി വരും. എനിക്ക് നന്നായിട്ട് അറിയാതെ. മേഡം, മേഡം വല്ലതും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. നീ പാമ്പിനോട് സംസാരിച്ചൊരു തീരുമാനത്തിലെത്തും. ആന്നേ. നാഗരാജാവേ, ദൈവത്തെ ഓർത്ത് പോണം പ്ലീസ്. ദയവ് ചെയ്തൊന്ന് പോ, ഒന്ന് പോ ഇവിടുന്ന്. ഇവനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാം. മേഡം കണ്ടില്ലേ മേഡം, പാമ്പ് പേടിച്ച് ഓടിപ്പോയിന്നേ. അവൻ പോയതിന്റെ കാര്യം എന്താണെന്നറിയോ? പോയില്ലായിരുന്നെങ്കിലേ ഞാൻ അവനെ പിടിച്ചിവിടെ കെട്ടിയിട്ടാൻ. അതറിയാവന്. അതറിയുന്നോണ്ട് അവൻ ഇവിടുന്ന് പേടിച്ച് ഓടിപ്പോയത്. കണ്ടില്ലേ മേഡം? നല്ലൊരു ചാൻസ് വെറുതെ മിസ്സായി പോയി മേഡം. അതെ അതെ, നീ തന്നെ അതിന് ഓടിച്ചല്ലോ. താങ്ക് യു സോ മച്ച് തൃശ്ശൂർ. ഓക്കെ, ബഹുമാനൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ചെയ്യാത്ത കാര്യത്തിന് തള്ളി മറിക്കാണല്ലോ ഇവൻ. മേഡം, ഇപ്പോഴും പേടി മാറിയില്ലേ? മേഡം, ഇനി ഒട്ടും പേടിക്കണ്ട. മാഡത്തിന്റെ ജീവന് ഞാൻ ഗ്യാരണ്ടി നിൽക്കല്ലേ. എന്നാലും എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു തൃശ്ശൂർ. സത്യമായിട്ടും നിനക്ക് തീരെ പേടി തോന്നുന്നില്ല? മാഡം വേറൊന്നും വിചാരിക്കരുത്. എനിക്കിപ്പോ ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അത്ര ഒന്നുമില്ല കേട്ടോ. ഓ, അങ്ങനെയാണല്ലേ. അതിരിക്കട്ടെ, നിനക്കെന്താ പാമ്പിനെ ഇത്രയധികം പേടി? നമ്മള് പാമ്പിനെ ഒന്നും ചെയ്തില്ലെങ്കിൽ പാമ്പ് നമ്മളെ ഒന്നും ചെയ്യില്ലല്ലോ. അതെനിക്കറിയാം മാഡം. എന്നാലും എന്താ മാഡം,
നമുക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുത്ത് അത് മാറുന്ന നമുക്ക് അറിയാലോ. എങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാൻ നമുക്ക് പേടിയല്ലേ? അതുപോലെ തന്നെ ഇതും. പേടി കാരണം ഇഞ്ചക്ഷൻ എടുക്കാതെ പോയാ ആ രോഗം നമ്മൾ കീഴ്പ്പെടുത്തില്ലേ? അതും കറക്റ്റ് തന്നെയാ. എന്നാലും ചില സന്ദർഭങ്ങളില് ചില കാര്യങ്ങളോടുള്ള ഭയം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും തൃശൂർ. ഇല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നതേ ബുദ്ധിമുട്ടാവും. ആ പറഞ്ഞത് വളരെ കറക്റ്റാ. അതുകൊണ്ടാ മാഡത്തെ പ്രേമിക്കുന്ന കാര്യത്തില് എനിക്ക് ഒട്ടും പേടിയില്ലാത്തത്. എന്ത് പറഞ്ഞാലും അവസാനം അവിടെ തന്നെ വന്നോളാം. ജീവനും ജീവിതവും അവിടെ തന്നെ ആവുമ്പോ അതങ്ങനെ വിടാൻ പറ്റുന്നതാണോ? എന്തെങ്കിലും ചെയ്യുന്നു. ഞാൻ ഉറങ്ങാൻ പോവാം. ഗുഡ് നൈറ്റ്. ശിവാനി, ഈ ദേഷ്യം കാണുമ്പോഴാണ് തന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ തോന്നാത്തത്. നിന്റെ ഈ ദേഷ്യമാണ് നമ്മുടെ പ്രണയത്തിലെ ഹൈലൈറ്റ് എന്ന് എനിക്ക് ഉറപ്പാണ്. അതല്ലേ ഈ ബ്യൂട്ടി. എന്റെ സമയവും വരും വരെ കാത്തിരിക്കാം. ഗരുഡ, നാഗറാണി എവിടെയാ ഉള്ളത്? തൃശൂലും ത്രിവിക്രമും എവിടെയാ ഉള്ളത്? മഹാമായി, ത്രിവിക്രം അവന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ആ നാഗറാണി തൃശൂലിന്റെ കൂടെ പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. എന്ത്? നാഗറാണി തൃശൂലിന്റെ കൂടെ പോയിരിക്കുന്നോ? എവിടേക്ക്? അതെനിക്കറിയില്ല മഹാമായി. എന്താ കാര്യം മഹാമായി? നമുക്ക് ആദിശേഷന്റെ ആത്മാവിനെ പറ്റി മനസ്സിലാകുന്നതുവരെ നാഗറാണി, തൃശൂൽ, ത്രിവിക്രം ഇവരുടെ ഓരോ ചലനങ്ങളും നമുക്ക് അറിഞ്ഞേ തീരൂ. അവരിൽ നിന്ന് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ആവശ്യമായ തെളിവുകൾ ലഭിച്ചേക്കാം. പോകൂ, നാഗറാണിയും തൃശൂലും എവിടെയാ ഉള്ളതെന്നറിഞ്ഞ് അവരെ നിരീക്ഷിച്ചിട്ട് വരൂ. മഹാമായി, ഞാൻ ഇപ്പോൾ തന്നെ പോയി അവരെ നിരീക്ഷിക്കാം. പക്ഷേ ത്രിവിക്രമന്റെ കാര്യം? അവനെ പറ്റി ഇപ്പൊ ആലോചിക്കണ്ട. അവൻ വീട്ടിൽ തന്നെ ഉള്ളത് കാരണം അവനെ കുറിച്ച് എന്തറിയാനും വളരെ എളുപ്പമാണ്. എനിക്ക് ആ നാഗറാണിയും തൃശൂലിനെയും പറ്റിയാണ് അറിയേണ്ടത്. ശരി മഹാമായി. ഗരുഡ, നീ മനുഷ്യരൂപത്തിൽ അങ്ങോട്ട് പോകണ്ട. പക്ഷിയുടെ രൂപത്തിൽ പോയാൽ മതി. അപ്പോ ആർക്കും നിന്നെ സംശയമുണ്ടാവില്ല. അമ്മയുടെ ഹിതം പോലെ ആകട്ടെ മഹാമായി. എത്രയും പെട്ടെന്ന് ആദിശേഷന്റെ ആത്മാവ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. മാഡം, ഉറങ്ങിക്കിടക്കുമ്പോ വിളിച്ച പാപമാണത്. അതുകൊണ്ട് ചുമ്മാതിരിക്കും മാഡം, പ്ലീസ്. ഇതെന്തൊരു ശല്യമാണെന്ന് നോക്കണേ. സ്നേഹിക്കാൻ കണ്ടൊരു നേരം എല്ലാം ഉണർന്നതിന് ശേഷം മതിയില്ലേ? എന്തൊരു കഷ്ടം അത്. മാഡം എഴുന്നേറ്റിട്ടില്ലല്ലോ. അപ്പൊ ആരെന്നെ തോണ്ടി? ആരാ നിങ്ങള്? ഒളിച്ചോടിയതാ? ഇവിടെയാണ് നടക്കുന്നത്? അതെ ചേട്ടാ. താഴോട്ടിറങ്ങി വാടാ, നിനക്കിട്ട് വെച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാരും കൂടിയിട്ടുണ്ട് ഇവിടെ. നാട്ടുകാരോ? ഇതെന്താ ഇത്? എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യാവോ? അവളെ എഴുന്നേപ്പിക്കടാ. എണീപ്പിക്കാം. മാഡം, മാഡം ഒന്ന് എഴുന്നേറ്റേ മാഡം. ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടേ. താഴെ കുറച്ചു പേര് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. എന്താ പറ്റിയേ? അറിയില്ല. താഴെ പോയി നോക്കിയാലേ അറിയൂ. വാ, പോയി നോക്കിട്ട് വരാം. എന്താടി കൊച്ചേ, രണ്ടും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വാ. ആ ചേട്ടാ, അതെ വന്നുകൊണ്ടിരിക്കാന്നേ. വാടാ വേഗം ഇറങ്ങി വാടാ. തൃശൂൽ, ആരേ ഇവരൊക്കെ? നിന്റെ പരിചയക്കാരാണോ? ഇവരെല്ലാം എന്റെ ബന്ധുക്കാരാ. ഇപ്പുറത്ത് നിൽക്കുന്നത് എന്റെ മാമനാ. അത് വല്യച്ഛൻ, ചെറിയച്ഛൻ, എന്റെ ചേട്ടൻ. എന്തിനാ മേഡം ഞാൻ നോക്കി പേടിപ്പിക്കുന്നത്? അവരുടെ കയ്യിൽ ആയുധങ്ങൾ കണ്ട് എന്റെ കാറ്റ് പോയിരിക്കുക. ഒന്ന് വാ മേഡം. വന്ന കാര്യമൊക്കെ കഴിഞ്ഞോ? ഇതുപോലെയൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ നാടേ കണ്ടുള്ളൂ. ഈ മാതിരി പണിക്കൊക്കെ ഞങ്ങളുടെ നാടേ കണ്ടുള്ളൂ നിങ്ങള്. നിനക്കറിയില്ല ഈ നാട്ടുകാരി ഒന്നും. ചേട്ടന്മാരെ, നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കാന്നാ തോന്നുന്നത്. എന്താ തെറ്റ് എന്താ ശരിയെന്നൊക്കെ നീ ഞങ്ങളെ പഠിപ്പിക്കാൻ നോക്കണം.